ഖമേനി സംസാരിക്കുകയാണ്. ഞങ്ങളോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നു. ഇറാൻ എന്നെങ്കിലും കീഴടങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇറാൻ സറണ്ടർ ആകില്ല. നിർബന്ധിച്ച് ഒരു പീസ്, നിർബന്ധിച്ച് ഒരു സൈനിക നടപടി നിങ്ങൾ എടുക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിനുള്ള തിരിച്ചടി ഇറാൻ നൽകിയിട്ടുണ്ടാകും. ഇങ്ങനെ അയത്തുള്ള ഖമേനി സംസാരിച്ചത് ഇപ്പോൾ വൈറലാവുകയാണ്. ഇതിലും വലിയൊരു കാര്യം എന്താണെന്ന് അറിയണ്ടേ? അയത്തുള്ള ഖമേനി എപ്പോഴാണോ സംസാരിച്ച് അവസാനിപ്പിച്ചത് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം എവിടെയാണോ ഉണ്ടായിരുന്നത് അതിനടുത്ത് തന്നെ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തി. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഈ ഒരു മുന്നറിയിപ്പാണ് റഷ്യ ഇറാൻ തമ്മിലുള്ള സൗഹൃദത്തെ നമുക്ക് കാണിച്ചു തരുന്നത്. റഷ്യയ്ക്കും ഇറാനും ഇടയിൽ നേരിട്ടുള്ള ഒരു സൗഹൃദം തന്നെയുണ്ട്. പറഞ്ഞു വന്നാൽ ഇറാൻ റഷ്യയെ പലപ്പോഴും ആശ്രയിക്കുന്നുണ്ട്. കാരണം പല രാജ്യങ്ങളും ഇറാനെ വിലക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ടെക്നോളജി ട്രാൻസ്ഫർ ആയിക്കോട്ടെ, ഉപരോധനമായിക്കോട്ടെ, അതിപ്പോൾ ടെക്നോളജി ട്രാൻസ്ഫർ ആയിക്കോട്ടെ, ഇന്റലിജൻസ് ആയിക്കോട്ടെ, ഉപരോധനമായിക്കോട്ടെ, ഇങ്ങനെ പല സെഗ്മെന്റ്സിൽ ഇറാൻ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ഒറ്റയ്ക്കാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഘട്ടത്തിന് ശേഷം ഇറാനെ സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ രാജ്യങ്ങൾ എല്ലാം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു. റഷ്യ വന്നു, അടുത്ത് ഉത്തര കൊറിയ വന്നു, അടുത്ത് ചൈന വന്നു. ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറാനുമായി സൗഹൃദത്തിലാണ്. ചില തുറമുഖങ്ങൾ നമ്മൾ ഇറാനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ മാറ്റിവെക്കാം. ഇറാന് നല്ലൊരു സൗഹൃദ രാജ്യം അത് റഷ്യയായിരുന്നു, നല്ലൊരു സുഹൃത്തായി പുടിനും. അപ്പോൾ പുടിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഇവിടെ വലിയൊരു വഴിത്തിരിവ്. പറഞ്ഞിരിക്കുന്നത് നോട്ട് ടു ഗെറ്റ് ഇൻവോൾവിംഗ് ഇസ്രായേൽ എയർ സ്ട്രൈക്ക് അഗൈൻസ്റ്റ് ഇസ്ലാമിക് റെജീം ഇൻ ഇറാൻ. ഇറാനിൽ നിങ്ങൾ ഇസ്ലാമിക് റെജീം അയത്തുള്ള ഖമേനിക്ക് എതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ അമേരിക്ക ഒരിക്കലും ഇടപെടാൻ പാടില്ല. അങ്ങനെ അവർ ഇടപെടുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എഗെയിൻസ്റ്റ് ടു ഡയറക്റ്റ് മിലിറ്ററി അസിസ്റ്റൻസ് ടു ഇസ്രായേൽ. ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഞങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാകേണ്ട സാഹചര്യത്തിൽ തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് റഷ്യ പറഞ്ഞത്. ഒരുപക്ഷെ അമേരിക്ക യുദ്ധത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് 100% അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പേരിലാണ് വരുന്നത്. ഡാമേജ് ഇറ്റ് വിൽ സഫർ വിൽ ബി ഫാർ ഗ്രേറ്റർ ദാൻ എനി ഹാം ദാറ്റ് ഇറാൻ മേ എൻകൗണ്ടർ എന്നാണ് പറഞ്ഞത്. ഇതുവരെയും ഇല്ലാത്തത്ര തരത്തിൽ, ഇത് അയത്തുള്ള ഖമേനി പറഞ്ഞതാണ്, ഇതുവരെയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും നൽകുക. എത്രത്തോളം വലിയ രീതിയിൽ തിരിച്ചടി നൽകാൻ കഴിയുമോ അത്രത്തോളം അമേരിക്കയ്ക്ക് ഞങ്ങൾ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒന്നാമത്തേത് ഇറാന് സപ്പോർട്ടായി റഷ്യ പറയുന്ന കാര്യങ്ങൾ. മറ്റൊന്ന് ഇറാൻ തന്നെ പറയുകയാണ് അമേരിക്കയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇവിടെ ഉണ്ടെങ്കിൽ അത് ശരിയാകില്ല. ഇവിടെ ഈ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രായേലിന് സപ്പോർട്ടായി അമേരിക്ക വലിയ രീതിയിൽ തന്നെ കളം ഇറങ്ങുന്നുണ്ട്. പൂർണ്ണമായും ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രാജ്യം അത് ഏതാണെന്ന് നോക്കിയാൽ അമേരിക്ക മാത്രമാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം പിന്നെ ഇസ്രായേലിനോ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഇറാനോ റഷ്യയ്ക്കൊന്നും അറിയില്ലേ? തീർച്ചയായും അറിയാം. പക്ഷെ നേരിട്ട് അമേരിക്ക ഇതുവരെയും ഇൻവോൾവ് ആയിട്ടില്ല. ബാക്ക് സൈഡിലൂടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ നേരിട്ട് ഇസ്രായേലിന് വേണ്ടി കളം ഇറങ്ങിയിട്ടില്ല. ഇനി ഒരു പക്ഷെ നേരിട്ട് അമേരിക്ക ഇറാനിലൊരു ബോംബ് ഇട്ടു എന്നുണ്ടെങ്കിൽ അമേരിക്ക അകത്തേക്ക് വന്നു എന്നാണ് അർത്ഥം. പരോക്ഷമായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് ആവശ്യമായി എന്ത് വേണമെങ്കിലും ഞാൻ നൽകാം, ഫൈറ്റർ ജെറ്റിന് ആവശ്യമായ ഫ്യൂവലാണോ അത് ഞാൻ റീഫ്യൂലിംഗ് ചെയ്ത് നൽകാം എന്നൊക്കെ പരോക്ഷമായി സഹായം ചെയ്യുന്നുണ്ട്. ഈ മറഞ്ഞിരുന്നു കൊണ്ട് സഹായം ചെയ്യുന്നതൊക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇറാന് ഒരുപാട് കാർഗോ ഫ്ലൈറ്റ്സ് ഒക്കെ ചൈന ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ എന്താണെന്ന് പോലും അറിയില്ല. എന്നാൽ നേരിട്ട് ചൈന ഈ യുദ്ധത്തിൽ ഇല്ല. പരോക്ഷമായി ഇറാന് സഹായം എന്ന പേരിൽ കാർഗോ വിമാനങ്ങൾ ഇറാനുള്ളിൽ തന്നെ വന്നിറങ്ങുന്നുണ്ട്. ഇതുപോലെ പരോക്ഷ സഹായം യുകെയും അമേരിക്കയും കൂടുതലായും ഇസ്രായേലിന് ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. എനി എയർ സ്ട്രൈക്ക് വിൽ ഹാവ് സീരിയസ് ഇർറിപ്പയറബിൾ കോൺസിക്വൻസസ് എന്നും പറയുന്നു. അതായത് അമേരിക്ക അങ്ങനെ ഒരു പക്ഷെ നേരിട്ട് ഇടപെടുകയാണെങ്കിൽ പിന്നെ അമേരിക്കയ്ക്ക് ചിന്തിക്കാനൊന്നും യാതൊരു സമയം ഉണ്ടാവുകയില്ല. പരിഹരിക്കാനാകാത്ത ഒരു നഷ്ടമായിരിക്കും അമേരിക്കയ്ക്ക് നൽകുക. അത്തരത്തിലുള്ള ഒരു തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ ഒരു ഭീഷണി. അടുത്തതായി, ഒരു ഗ്രേ മിസ്റ്റേക്ക് സിയോണിസ്റ്റ് ചെയ്തു, അതിൻ്റെ മറുപടി, അതിൻ്റെ പ്രതികാരം, ശിക്ഷ എല്ലാം അവർക്ക് ലഭിച്ചേ മതിയാകൂ എന്നും ഇറാൻ പറഞ്ഞു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇംപോസ്റ്റ് വാർ, ഞങ്ങൾക്കെതിരെ പ്രകോപിപ്പിച്ചിരിക്കുന്ന ഈ യുദ്ധം, അതുപോലെ ഇംപോസ്റ്റ് പീസ്, നിങ്ങൾ തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനം ലഭിക്കൂ എന്ന രീതിയിലുള്ള ഒരു ഇംപോസ്റ്റ് ആയിട്ടുള്ള പീസ് ഞങ്ങൾ വെറുക്കുകയാണ്. ദിസ് നേഷൻ വിൽ നെവർ സറണ്ടർ
ടു പ്രഷർ എന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ രാജ്യം ഒരു സമ്മർദ്ദത്തിന്റെ പേരിൽ ഒരിക്കലും കീഴടങ്ങില്ല. അങ്ങനെ വിശ്വസിക്കേ വേണ്ട. അങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല. ഇറാനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകുമെന്നും പറഞ്ഞു. ദോസ് ഫെമിലിയർ വിത്ത് ഇറാൻസ് ഹിസ്റ്ററി ആൻഡ് പീപ്പിൾ നോ ബെറ്റർ ദാൻ ടു സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ത്രെഡ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജ് ഓഫ് ത്രെഡ്സ്, ഭയം കാണിച്ച് ഇറാനെ കീഴടക്കാം എന്നാഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ ഒരു ഭീഷണിയുടെ സ്വരം ഇറാന് മനസ്സിലാകും എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇറാനെ ഏതൊരാളെ കൊണ്ടും ചലിപ്പിക്കാൻ സാധിക്കില്ല. സത്യത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നത് പോലെയല്ല. ഇറാന്റെ ചരിത്രം അങ്ങനെയാണ്. പേർഷ്യൻ ചരിത്രമൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. നീണ്ട ചരിത്രമുള്ള രാജ്യങ്ങളാണ് ഇറാൻ, തുർക്കി പോലുള്ളവയൊക്കെ, ഒട്ടോമൻ സാമ്രാജ്യമൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രം നിറഞ്ഞ രാജ്യങ്ങളെ സമാനമായ ചരിത്രമുള്ള മറ്റൊരു രാജ്യം ഭയപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു ഈഗോ ക്ലാഷ് ആകും. അതെങ്ങനെയാണ്? പേർഷ്യൻ ഗൾഫിൽ നിന്നും ഞങ്ങൾ വന്നിരിക്കുകയാണ്, ഞങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേൽ വന്നിരിക്കുകയാണ്. ഇസ്രായേൽ 1948 രൂപം കൊണ്ടത്. നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ വരികയാണോ? ഇങ്ങനെ ഇവയെല്ലാം ഒരു വലിയ പ്രശ്നമായി തന്നെ മാറും. ഇവിടെ ഇസ്രായേൽ ചെയ്യുന്ന ഒരു നയതന്ത്രമുണ്ട്. എല്ലാ രാജ്യങ്ങളെയും ഇറാനിൽ നിന്നും ഒറ്റപ്പെടുത്തി. എന്നാൽ ഇറാനുള്ളിലെ അയത്തുള്ള ഖമേനിയെ പോലും ഒറ്റപ്പെടുത്തി. അയത്തുള്ള ഖമേനി ആയിരുന്നു IRGC കമാൻഡർ ഇൻ ചീഫ്, ചീഫ് ഓഫ് സ്റ്റാഫ്. ഇവരൊക്കെ ആരാണെന്നുള്ളത് തീരുമാനിക്കുക. ഈ അയത്തുള്ള ഖമേനിക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം വർഷങ്ങളായി അദ്ദേഹം ഭരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു സൈനിക വിപ്ലവം വരുമോ, അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ഭരണകൂടം വരുമോ? ഇങ്ങനെ ഒരു ഭരണം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇന്നർ സർക്കിൾ അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹത്തിന് വിശ്വസ്തരായ വ്യക്തികൾ, വിശ്വസ്തരായ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന് വിശ്വസ്തരായ സർക്കാർ ഉദ്യോഗസ്ഥർ, ഇങ്ങനെയുള്ളവരെ മാത്രമേ അദ്ദേഹത്തിന് ചുറ്റും നിർത്തുകയുള്ളൂ. ഇവരെ മാത്രമേ ടോപ്പ് പൊസിഷനിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. മറ്റാരെയും ഉയർന്ന സ്ഥാനത്തിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കില്ല. എന്നാൽ ഇസ്രായേൽ ചെയ്തത് എന്താണ്? ഈ ഉന്നത സ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരെ എല്ലാവരെയും കൊല്ലുന്നു. അതൊരു അണുവായുധ ശാസ്ത്രജ്ഞന്മാരായിക്കോട്ടെ, IRGCയുടെ കമാൻഡർ ഓഫീസേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എയർഫോഴ്സിന്റെ പൈലറ്റ്സ് ആയിക്കോട്ടെ, കപ്പൽ സേന ആയിക്കോട്ടെ, ഇങ്ങനെ ടോപ്പിൽ ആരാണോ ഉള്ളത് അവരെല്ലാം തിരഞ്ഞ് കൊല്ലുന്നു. ഇവരെല്ലാം കൊല്ലാൻ തന്നെ കാരണം അയത്തുള്ള ഖമേനിയെ ഒറ്റപ്പെടുത്തണം. അപ്പോൾ അയത്തുള്ള ഖമേനി ഇന്ന് പറഞ്ഞത്, ഞങ്ങൾ സറണ്ടർ ആകില്ല, ഞങ്ങൾ തിരിച്ചടിക്കും. അതിപ്പോൾ അമേരിക്കയാണെങ്കിൽ പോലും പരിഹരിക്കാനാകാത്ത അനന്തരഫലങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടാലും പ്രശ്നമില്ല, ഞാൻ അടിക്കേണ്ട സ്ഥലത്ത് അടിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും ശരി, ഞാൻ പ്രതികാരം വീട്ടുമെന്ന് ഇസ്രായേലും പറയുന്നു. വാർ ഈസ് മെറ്റ് വിത്ത് വാർ, ബോംബിംഗ് വിത്ത് ബോംബ് ആൻഡ് സ്ട്രൈക്ക് വിത്ത് സ്ട്രൈക്ക്. ഇങ്ങനെ അവസാനം ഒരു വാക്കും പറഞ്ഞു. യുദ്ധം മാത്രമേ ആഗ്രഹിക്കൂ. അതുപോലെ നിങ്ങൾ ബോംബിടുകയാണെങ്കിൽ ഞാനും ബോംബിടും, നിങ്ങൾ സ്ട്രൈക്ക് നടത്തിയാൽ ഞാനും ഒരു സ്ട്രൈക്ക് നടത്തും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ആക്രമിക്കുന്നത് മൂലം ഞാനൊരിക്കലും ഭയന്നോടാൻ പോകുന്നില്ല. ഇങ്ങനെ ഇറാന്റെ അയത്തുള്ള ഖമേനി അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതുപോലെ ഇപ്പോൾ ടെല്ലവീവിൽ ഒരുപാട് പരസ്യ ബോർഡുകളൊക്കെ കാണുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ ഫ്ലക്സ് ബോർഡ് പോലെയൊക്കെ. അതിൽ പറഞ്ഞിരിക്കുന്നത്, മിസ്റ്റർ പ്രസിഡന്റ് ഫിനിഷ് ദ ജോബ്. ഇങ്ങനെ ട്രംപിനോട് പറയുകയാണ്. ഇസ്രായേലിന് ഇത് നേരിട്ടുള്ള യുദ്ധമാണ്. ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം കൈകാര്യം ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടെല്ലവീവിലുള്ള ബിൽ ബോർഡ്സിലെല്ലാം, ഈ പരസ്യ ബോർഡിലെല്ലാം എഴുതിയിരിക്കുന്നത് മിസ്റ്റർ പ്രസിഡന്റ് ഫിനിഷ് ദ ജോബ്. അവിടെ ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും നെതന്യാഹുവുമായി ചേർന്ന് ഡൊണാൾഡ് ട്രംപ് ഈ ജോലിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. പാർഷ്യലി അവിടെ ഒന്നും ചെയ്യരുത്, ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുക. അപ്പോൾ ഒറ്റയ്ക്ക് ഇസ്രായേലിനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല, അമേരിക്കയും ചേർന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ എന്നാണ് ഈ പരസ്യ ബോർഡ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. എന്നാൽ നമുക്ക് ഇതിനകം അറിയാം, അമേരിക്കയുമായി ചേർന്നാണ് ഇസ്രായേൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. പക്ഷേ അമേരിക്ക നേരിട്ട് ഇതിൽ ഇറങ്ങില്ല. ഇനി അമേരിക്ക നേരിട്ട് ഇതിൽ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അമേരിക്കയ്ക്കെതിരെ അമേരിക്കയുടെ എയർബേസസ് എവിടെയെല്ലാമാണെന്ന് തിരഞ്ഞ് ഇറാന് വേട്ടയാടാൻ തുടങ്ങും. എന്നാൽ അത്രത്തോളം ഒന്നും അമേരിക്ക പോവുകയില്ല, നേരിട്ടൊന്നും അമേരിക്ക ഇൻവോൾവ് ആകില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇറാൻ വളരെ വീക്കാകാൻ തുടങ്ങി. ഇതിനുശേഷം ഇറാനെ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ തീർച്ചയായും അമേരിക്കയുടെ ഒരു എൻട്രി ഉണ്ടാകും. ആ എൻട്രി അമേരിക്ക, ഇറാൻ ഇവർക്കിടയിലുള്ള ഒരു അണുവായുധ എഗ്രിമെന്റിന് വേണ്ടി മാത്രമായിരിക്കും. അതല്ലാതെ ഒരു യുദ്ധത്തിന് വേണ്ടി, അടുത്ത യുദ്ധത്തിന്റെ ആരംഭമോ അതിനു വേണ്ടിയൊന്നും ആയിരിക്കില്ല. ഹെംസ് ഡ്രോൺസ് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും നശിപ്പിച്ചു എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഡ്രോൺ ആണ്. ഈ ഡ്രോൺ നശിപ്പിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്തത് ലാവിസൻ പ്രദേശമാണ്. ഈ ലാവിസൻ മേഖലയാണ് അയത്തുള്ള ഖമേനി ഉണ്ടായിരുന്ന ഒരു പ്രദേശമായി അറിയപ്പെട്ടത്. ആ സ്ഥലത്ത് അയത്തുള്ള ഖമേനി സംസാരിച്ചു. ഈ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ആ ലാവിസൻ സ്ട്രീറ്റ് മുഴുവനും ഇസ്രായേൽ ബോംബുകൾ എറിയുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു.
അയത്തുള്ള ഖമേനിക്കെതിരെയുള്ള ഒരു ആക്രമണമായിരുന്നു ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. ശരിക്കും ഇറാൻ ഇതൊരല്പം പോലും പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷെ പ്രതീക്ഷിക്കണമായിരുന്നു. കാരണം സംഘർഷങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാന്റെ നേതാവിന് നേരെ തന്നെ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ അത്രത്തോളമൊക്കെ വളർന്നോ എന്ന് ചോദിച്ചാൽ, ഇന്നലെ പോലും ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അയത്തുള്ള ഖമേനി, നിങ്ങൾ എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. നിങ്ങളെ ഞങ്ങൾ ഇപ്പോൾ കൊല്ലാൻ പോകുന്നില്ല. എന്നാൽ എന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾ നിങ്ങളെ കൊല്ലും. അതിന് മുൻപ് സറണ്ടർ ആവുക, ഇങ്ങനെ ഒരു ഭീഷണി നൽകിയിരുന്നു. ഇപ്പോൾ നേരിട്ട് അയത്തുള്ള ഖമേനിയുടെ വീടിന് മുൻപിൽ തന്നെ ഈ ഒരു യുദ്ധം കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇസ്രായേൽ. ഇതിൽ അയത്തുള്ള ഖമേനി പറഞ്ഞതുപോലെ ഈ തിരിച്ചടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇന്നത്തെ രാത്രി നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഇന്നലെ രാത്രി മുതൽ ഫട്ട എല്ലാം അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇറാൻ. അടുത്ത് ഇന്ന് തീർച്ചയായും ഫട്ട വരുമെന്ന് ഇസ്രായേലും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തിരിച്ചടി നൽകാൻ ഇസ്രായേലും തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ അവരുടെ നാവികസേനയെ, അവരുടെ തീരപ്രദേശങ്ങളെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് ചോദിച്ചാൽ അതിൽ ഇന്ത്യയും ഒരു കാരണമായി വരുന്നുണ്ട്. ഇന്ത്യക്കുള്ള ഒരു മിസൈലും അതിലുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടതുണ്ട്. വളരെ വ്യത്യസ്തമായ, ഒരുപക്ഷെ നിങ്ങൾ മറ്റ് മാധ്യമങ്ങളിലൊന്നും അറിഞ്ഞിട്ടില്ലാത്ത പല വാർത്തകൾ അടുത്തടുത്ത ഭാഗത്തിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.